പണ്ടൊക്കെ ഇട്ട ടൈപ്പ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇനി രക്ഷപ്പെടാൻ പാടാണ്. നിങ്ങൾ ഈ വീഡിയോസിന്റെ ഒക്കെ വ്യൂ നോക്കിയേ, മില്യൺസ് വ്യൂ ആണ് ഈ വീഡിയോകൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിലും, നിങ്ങളൊരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് ചാനലുകൾ മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ചാനലുകളിൽ ഇപ്പം വ്യൂ വളരെ കുറവാണ്. 50 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ചാനലിൽ 5 ലക്ഷം വ്യൂ പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ്. അത് മലയാളത്തിൽ മാത്രമല്ല, നിങ്ങൾ ഇന്ത്യൻ ചാനൽസ് എടുത്തെന്ന് പറഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയാണ്. ഈ നമ്മുടെ ടെക്നിക്കൽ ഗുരുജി എന്ന് പറയുന്ന ഒരു ചാനലിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ചാനൽ എനിക്കൊന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക് ചാനലുകളിൽ, ഫോളോവേഴ്സ് കൂടുതലുള്ള ടെക് ചാനലുകളിൽ ഒരെണ്ണമാണ്. ആ ചാനലിൽ തന്നെ 1 ലക്ഷം വ്യൂ എത്താനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പല വീഡിയോകളും ഉണ്ട്. ചില വീഡിയോകൾ മാത്രമാണ് കുറച്ച് റീച്ചിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആവറേജ് വ്യൂ ഒരു 1 ലക്ഷം 1.5 ലക്ഷം അതിന് താഴെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യമാണ് ഇന്ന് ക്രിയേറ്റേഴ്സ് എല്ലാവരും യൂട്യൂബിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പുതുതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല പ്രയോജനം ഉണ്ടാകുമോ, യൂട്യൂബ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് വല്ല സാധ്യതയും മുമ്പിലുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ കുറെ നാളായിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ വ്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം തുടങ്ങുക, കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ പ്രയോജനം ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ട കാര്യം, ഈ ഓൾഡ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, നല്ല ഫോളോവേഴ്സ് കൗണ്ട് ഒക്കെ ഉള്ള ക്രിയേറ്റേഴ്സിന്റെ ഡൗൺഫാളിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പഴയ ചാനലുകൾ ഡൗൺ ആയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പഴയ ചാനലുകളിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവരായിരിക്കുമല്ലോ നമ്മുടെ വീഡിയോ കൂടുതലും കാണുന്നത്. അപ്പം ഈ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കണ്ട് അവർ മടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതി ഇത് കണ്ട് അവർ മടുത്ത് നമ്മൾ ചെയ്യുന്ന അതേ കണ്ടന്റ് പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ നേരെ അതിലേക്ക് പോകും. ഫ്രഷ് ആയിട്ടുള്ള കണ്ടന്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്റർടൈനിങ് ആയിട്ട് അവർ സെയിം സാധനം, അതായത് പഴയ ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന സെയിം സാധനം തന്നെ പുതിയ ആളുകൾ വന്നിട്ട് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ അത് കാണാനായിട്ട് പോകും. കാരണം കണ്ട മുഖം വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് ബോറല്ലേ. അപ്പം അങ്ങനെ കുറെ ആളുകൾ പുതിയ ക്രിയേറ്റേഴ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഴയ ക്രിയേറ്റേഴ്സിന്റെ ചാനലുകൾ ഡൗൺ ആവുന്നുണ്ട്. പിന്നെ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ആപ്പിളൊക്കെ ചെയ്യുന്ന പരിപാടിയൊന്നും യൂട്യൂബ് ചെയ്യുന്നില്ല. പഴയ ക്രിയേറ്റേഴ്സിനെ എല്ലാം ഡൗൺ ആക്കിയിട്ടേക്കാം, പുതിയ ക്രിയേറ്റേഴ്സിനെ കയറ്റി വിടാം, അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല. പക്ഷെങ്കിൽ യൂട്യൂബ് പുതിയ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പുതുതായിട്ട് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് പുതിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതൊരു റിയൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ പഴയ ക്രിയേറ്റേഴ്സിനെ ഡൗൺ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും യൂട്യൂബ് ചെയ്യുന്നില്ല. അപ്പൊ പഴയ ചാനലുകൾ തിരിച്ച് നല്ല റീച്ചിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വന്ന രീതികൾ മാറ്റിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പുതിയ ഐഡിയാസ്, പുതിയ രീതിയിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മളെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവർ തന്നെ വിചാരിക്കും ഇത്രയും വർഷമായിട്ട് ഇവൻ ഒരേ രീതിയിലാണല്ലോ വീഡിയോകൾ ചെയ്യുന്നത്, മാറ്റമൊന്നുമില്ല. അപ്പം ഈ സെയിം സാധനം ഇതിനേക്കാളും വൃത്തിയായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവരെ കണ്ടേക്കാമെന്ന് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് അതിനകത്തിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് ഈ ഓൾഡ് ചാനലുകളുടെ ഡൗൺഫാളിലുള്ള മെയിൻ കാരണം ഇതാണ്. അപ്പൊ പഴയ ചാനലുകൾ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പഴയ പോലെ വീഡിയോകൾ ഇട്ടിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് ടൈപ്പ് വീഡിയോസ് ആണോ യൂട്യൂബിന് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് ആവശ്യമുള്ളത്, ആ രീതിയിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് പറയാനുള്ള കാര്യം എയുടെ വരവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് എന്തൊക്കെ പരിപാടികളാണ് ഇപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ വരുന്നതെന്ന്. അപ്പോൾ എയുടെ വരവും ഈ ക്രിയേറ്റേഴ്സിന് വലിയൊരു പ്രശ്നം ആയിട്ടുണ്ട്. അത് ആർക്കാണ് ആയതെന്ന് ആദ്യം മനസ്സിലാക്കണം. എ എന്ന് പറയുന്ന ടെക്നോളജിയെ മനസ്സിലാക്കാനും അതിനനുസരിച്ച്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റാത്ത ആളുകൾ മുമ്പോട്ടുള്ള സമയത്ത് പുറകോട്ട് പോകാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേ കണ്ടന്റുകൾ, അതേ കാര്യങ്ങൾ വെച്ച് കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് മില്യൺസ് വ്യൂ അടിച്ചു പോകുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അതായത് പഴയ വീഞ്ഞാണെങ്കിലും പുതിയ കുപ്പിയിൽ പുതിയ രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പം അത് കാണാൻ ആളുകളുണ്ട്. കാണാൻ ആളില്ല എന്നല്ല, ഓരോ ദിവസവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പുതിയ യൂസേഴ്സ് യൂട്യൂബിലേക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ കണ്ടന്റുകൾ പുതു അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ യൂസേഴ്സും യൂട്യൂബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാണാൻ ആളില്ല, യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ കാണുന്ന ആളുകൾക്ക് പുതിയ കണ്ടന്റിനും ഫ്രഷ് ആയിട്ടുള്ള പ്രസന്റേഷനുമാണ് ആവശ്യം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ലോങ് വീഡിയോസ് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഞാൻ ഒക്കെ യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നിപ്പോൾ ഒരു 10 വർഷത്തിന് മേലെയായി. അപ്പോൾ ആ സമയത്ത് ലോങ് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ, നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാനും പൈസ ഉണ്ടാക്കാനും പറ്റും. അതിനെക്കുറിച്ച് ഞാൻ മുമ്പോട്ട് പറയുന്നുണ്ട്. ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന മിക്കവാറും കണ്ടന്റ് ക്രിയേഷൻ അധികം താമസിക്കാതെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നു. കാരണം ഏണിങ്സ് കുറവാണ്, അതേപോലെ വീഡിയോകളിൽ വ്യൂ വരുന്നില്ല, റീച്ച് ഇല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് മിക്ക ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. അപ്പം നമ്മളെന്താണ് ചിന്തിക്കുക, ഇനി മുമ്പോട്ട് സാധ്യതകളില്ല, ഭയങ്കര കോമ്പറ്റീഷനാണ്, പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുന്നു, കയറി പോകുന്നു, അപ്പം നമുക്ക് പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്ത പലർക്കും ഉണ്ടായിരിക്കും. കോമ്പറ്റീഷൻ ഭയങ്കരമാണ്, ശരിയാണ്. പക്ഷേ ഈ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് സാധ്യതകളില്ല എന്നല്ല. ഞാൻ മുമ്പ് പറഞ്ഞത്, എത്രയും കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നു അതിനനുസരിച്ച്
പുതിയ പുതിയ യൂസേഴ്സ് യൂട്യൂബിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോകൾ കാണാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷെങ്കിൽ വെറുതെ എന്തെങ്കിലും ഇനിയും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. ഫ്രഷ് ആയിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസ് വ്യൂവേഴ്സിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ ഒരുപാട് സാധ്യതകളുണ്ട്. എനിക്ക് തോന്നുന്നത് മുമ്പോട്ടുള്ള സമയത്ത് സ്റ്റോപ്പായി പോകാത്ത, അവസാനിച്ച് പോകാത്ത ഒരു പ്രൊഫഷനായിട്ട് തന്നെ നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. മുമ്പ് നമ്മൾ ചെയ്തിരുന്ന കണ്ടന്റുകളല്ല ഇപ്പം ചെയ്യുന്നത്, ആ രീതിയിലേ അല്ല ഇപ്പം നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത്. മുമ്പ് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം കൊണ്ട് തന്നെ എത്ര പൈസ ആളുകൾ യൂട്യൂബിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്നും, ഇൻസ്റ്റയിൽ നിന്നും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പം മാറ്റങ്ങൾ വരും എന്നുള്ളതല്ലാതെ കണ്ടന്റ് ക്രിയേഷന്റെ സാധ്യതകൾ അവസാനിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തതായിട്ട് യൂട്യൂബിന്റെ ഏണിങ്സിനെ കുറിച്ചുള്ള ആ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. യൂട്യൂബ് ഏണിങ്സ് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ പലരുടെയും വീഡിയോകളിലൂടെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയാണ്, യൂട്യൂബ് ഏണിങ്സ് കുറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ ആഡ്സെൻസിലൂടെ, അഡ്വർടൈസ്മെന്റിലൂടെ വരുന്ന ഏണിങ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പം മുമ്പൊക്കെ ഈ ഒരൊറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളായിരുന്നു. ആഡ്സെൻസിൽ അഡ്വർടൈസ്മെന്റ് ഏണിങ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പം മെമ്പർഷിപ്പ്, സൂപ്പർ ചാറ്റ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് യൂട്യൂബിൽ ഇപ്പം ഏണിങ്സിനായിട്ടുള്ളത്. നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് ഈ ആഡ്സ് ഏണിങ്സ് മാത്രമാണ്. പക്ഷെങ്കിൽ അതല്ല, ഈ പറയുന്ന ഷോപ്പിംഗ് പോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് യൂട്യൂബ് ഏൺ ചെയ്യാനായിട്ട് ക്രിയേറ്റേഴ്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മുമ്പത്തിനൊക്കെ കൂടുതൽ പൈസ ഇപ്പം യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് പുറത്ത് സ്പോൺസർഷിപ്പുകൾ ഒരുപാട് കൂടി. മുമ്പ് സ്പോൺസർഷിപ്പ് അധികം കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ സ്പോൺസർഷിപ്പുകളാണ്. പുതിയ കമ്പനികൾ വരുന്നു, പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നു. ഈ പ്രൊഡക്റ്റുകളും ഈ കണ്ടന്റുകളും എല്ലാം ആളുകളിലേക്ക് എത്തിക്കണം. അപ്പോൾ ആളുകളിലേക്ക് എത്തിക്കാൻ ഇന്ന് ഏറ്റവും പറ്റിയ ഒരു മാർഗം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അപ്പോൾ അത് എല്ലാ ബ്രാൻഡുകളും മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പ്രയോജനമായിട്ട് മാറുന്നുണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്രാൻഡ് സ്പോൺസർഷിപ്പ് ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ചെയ്തിരുന്ന അതേ രീതിയിലുള്ള കണ്ടന്റുകൾ ഇട്ടിട്ട് ഇനി മുമ്പോട്ടുള്ള സമയത്ത് നമുക്ക് ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈ സമയത്തിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണോ നമ്മുടെ കണ്ടന്റിൽ വരുത്തേണ്ടത് അത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള സമയത്ത് ഒരു ആസ് എ ക്രിയേറ്റർ നമുക്ക് പിടിച്ചു നിന്ന് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. മുമ്പോട്ടേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളുടെ വ്യൂ ഒക്കെ കുറഞ്ഞ് നിങ്ങളൊരു വല്ലാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. മാറ്റങ്ങളാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. ആ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ ചാനലിലേക്ക് പുതിയ വ്യൂവേഴ്സ് വരും. അതിലൂടെ നമ്മുടെ ചാനൽ വീണ്ടും ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.